നല്ല എരിവുള്ള കാന്താരി അച്ചാറാണിത്. ഇതുപോലെ ബീട്രൂട്ട്, ശതാവരി, ഇഞ്ചി തുടങ്ങി സാധാരണ കാണാത്ത നിരവധി അച്ചാറുകളുണ്ട് ഇവിടെ. ഏകദേശം 25-ലേറെ ഇനം അച്ചാറുകൾ. 40 രൂപ മുതൽ 150 രൂപ വരെ വില വരുന്ന ഈ അച്ചാറുകൾ ഇടുന്നത് ആലപ്പുഴക്കാരിയായ വനിതാ സംരംഭകയാണ്. ഇവരെ പരിചയപ്പെടാം. വീട്ടിലേക്ക് ആവശ്യമായ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്ത രുചികൾ പരീക്ഷിച്ചു നോക്കുന്ന ശീലമുണ്ടായിരുന്നു വിജിക്ക്. ഒരു വീട്ടമ്മയിൽ നിന്നും വനിതാ സംരംഭകയിലേക്കുള്ള യാത്രയും അവിടെ തുടങ്ങി. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോന്നോരോന്നവർക്ക് നമ്മൾ വെച്ച് വിളമ്പൊക്കെ കൊടുക്കത്തില്ലേ, ആ ടൈമിലാണ് ഓരോന്നോരം ചെയ്യണമെന്നൊരു ഇതുണ്ടായത്. അങ്ങനെ ഓരോ അച്ചാർ വീതം ചെയ്ത് വന്നു. അപ്പോൾ കടയിട്ടപ്പോൾ ഓരോന്ന് വെച്ച് നോക്കി. അപ്പോൾ ഓരോന്ന് വന്ന് എല്ലാം മൂവിങ് ഉണ്ടായതുകൊണ്ട് പിന്നെയും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇവിടെ നാരങ്ങ, മാങ്ങ, അടമാങ്ങ, കാന്താരി, ബീഫ്, ചിക്കൻ, വെളുത്തുള്ളി, ഇഞ്ചി, കടുമാങ്ങ, കണ്ണിമാങ്ങ, അങ്ങനെ പലതരം അച്ചാർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. 27 കൂട്ടം അച്ചാറുണ്ട്. സാധാരണ ഉപ്പിലിടുന്ന ഇനങ്ങൾ മാത്രമല്ല, കാന്താരി മുതൽ ശതാവരി വരെ കയ്യിൽ കിട്ടുന്നതെന്തും രുചികരമായ അച്ചാറാക്കി മാറ്റും ഇവർ. ഉണ്ടാക്കുന്ന അച്ചാറുകൾ കുറേശ്ശെയായി വിറ്റഴിക്കാൻ തുടങ്ങി. ആവശ്യക്കാർ ഏറിയതോടെ സ്വന്തമായി തുടങ്ങിയ കടയും വിപുലീകരിച്ചു. ചെറിയൊരു നെല്ലിക്കവും മാങ്ങയെല്ലാം കൂടെ ഉപ്പിലിട്ട ഒരു കടയായിരുന്നു. അത് പരീക്ഷണം വിജയമായപ്പോൾ അത് ഇച്ചിരി ഡെവലപ്പ് ചെയ്ത് ഇത്തിരി വലുതായി വന്നു. ഇപ്പം ഈ കാണുന്ന ഇത്രയും ആക്കി, ഇനി ആക്കാനുണ്ട്. പതിയെ ചെയ്ത് പോകുന്നു. മാങ്ങ, നാരങ്ങ, പാവയ്ക്ക, കാരയ്ക്ക തുടങ്ങി 25-ലേറെ ഇനം അച്ചാറുകൾ ഇവിടെ ലഭിക്കും. അച്ചാറുകളിൽ മാങ്ങയ്ക്ക് തന്നെയാണ് പ്രിയം ഏറെയും. മാങ്ങ സീസൺ വരുമ്പോൾ കൂടുതൽ ഉണക്കി ഉപയോഗിക്കാൻ നോക്കും. ഉണക്കി വിൽക്കുകയാണെങ്കിൽ ഉണക്കാലത്ത് ഉണക്കി വെച്ചാൽ മാങ്ങ ഇല്ലാത്ത ടൈമിൽ നമുക്കത് എടുക്കാനായിട്ട് എളുപ്പമാണ്. മാങ്ങ ഒത്തിരി വില കൂടുതലാണെങ്കിലും ഞങ്ങൾ എടുക്കും. കാരണം മാങ്ങാച്ചാർ ഒരുപാട് ഞങ്ങൾക്ക് പോകും. 90 രൂപ കിലോ ആയാലും എടുക്കുക, അങ്ങനെ ചെയ്യും. ഇറച്ചി മീനൊക്കെ ആകുമ്പോൾ അത് കഴുകി വൃത്തിയാക്കി മസാല പരട്ടി മണിക്കൂറുകളോളം വെച്ച് അതിന് ശേഷമാണത് വറുത്ത് കോരി വെച്ച് പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പല അതെല്ലാം കൂടെ മൂപ്പിച്ച് ഗ്രേവെല്ലാം ചേർത്തെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഗരം മസാല ചേർക്കും. അത് നമ്മൾ വീട്ടിൽ പൊടിച്ച് ചെയ്യുന്നതാണ്, അല്ലാതെ കൂട്ടുമസാല ചേർക്കത്തില്ല. അച്ചാർ ഉണ്ടാക്കുന്നതിനും പാക്ക് ചെയ്യുന്നതിനും കുടുംബാംഗങ്ങളും സഹായിക്കുന്നു. കാന്താരി കഴുകി വൃത്തിയാക്കി വെക്കുക, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളും വെക്കുക, നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് അങ്ങനെ ചെയ്യുന്ന ഓരോ ചേരുവകൾ ഇട്ടിട്ട് വയറ്റി. കാന്താരി അധികം വേവിക്കാൻ പാടില്ല, കൊളസ്ട്രോളിനുള്ളതാണ്. പച്ചയ്ക്കാണത് കഴിക്കേണ്ടത്. അത് കാരണം അധികം വേവ് വരില്ല. പെട്ടെന്ന് തളിച്ചു കൂട്ടി എടുത്താൽ മതി. പിന്നെ കൈ ഇടാതെ സൂക്ഷിക്കുക. കൈ ഇട്ടാൽ എന്ത് സാധനം അത് ഉപ്പിലായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. വിദേശത്തു നിന്നും അവധിക്ക് വരുന്നവർ ഈ അച്ചാറിന്റെ രുചിപ്പെരുമ കേട്ടറിഞ്ഞ് വാങ്ങാനെത്തുന്നു. പല സ്ഥലങ്ങളിലും അച്ചാർ കട ഉണ്ടെങ്കിലും ഇവരുടെ അച്ചാറിന് ഒരു പ്രത്യേക ഇതാണ്. കാരണം ഇവർ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നതാണ്. അത് തീരെ കണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഒരുപാട് പേര് വാങ്ങിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുമുണ്ട്. ഈ ഗ്ലോവിക്കാന്ന് പറഞ്ഞ സാധനം ഇത് കൂടുതലും ചിലവുള്ള സാധനമാണ്. പിള്ളേർ സ്കൂൾ കുട്ടികളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണ്. അവർക്ക് മറ്റുള്ള മിഠായി കഴിക്കണ പോലെയുള്ള ദൂഷ്യഫലങ്ങളൊന്നും ഇതിനകത്തില്ല. സാധാരണ നമ്മൾ കഴിക്കുന്ന അച്ചാർ പോലെയുള്ള അല്ല. ഇവിടെ തന്നെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇറച്ചി അച്ചാറുണ്ട്, കക്കാർച്ചി അച്ചാറുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഓരോ ബോർഡുകൾക്ക് ഓരോ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിനും വെറൈറ്റി ടേസ്റ്റുകളാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റുകളല്ല. വ്യവസായമേളകളിൽ ഇവരുടെ അച്ചാറുകൾ ശ്രദ്ധേയമാകാറുണ്ട്. ഈ ഓണത്തിന് പുതിയ ഇനങ്ങൾ പരീക്ഷിക്കണമെന്നതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. വിവിധ വിലകളിൽ അച്ചാറുകൾ വിറ്റഴിക്കുന്നതിലൂടെ മികച്ച വരുമാനം കണ്ടെത്താനാകുന്നുണ്ട് ഇവർക്ക്.
40 രൂപയിൽ നിന്ന് തുടങ്ങിയതാണ്. 30,000 ആദ്യം, പിന്നെ സാധനങ്ങൾക്കൊക്കെ വില കൂടി 35,000, 40,000, ഇപ്പോൾ 45 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 150 നിൽക്കുന്നു. 150 വരുമ്പോൾ ഇറച്ചി മീനൊക്കെയാണ് വന്നത്. ചെമ്മീൻ, ബീഫ്, മീൻ അതൊക്കെയാണ് 150 നിൽക്കുന്നത്. കക്കാർച്ചി 80 രൂപ, പിന്നെ 80, 70, 60 അങ്ങനെ പല വില. കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് നെല്ലിക്ക 10 രൂപയ്ക്ക് 3, 10 രൂപയ്ക്ക് 5, 10 രൂപയ്ക്ക് 2 മാങ്ങ, അങ്ങനെ പോകും. ബോട്ടിലെല്ലാം 50 രൂപയാണ്. ഏതെടുത്താലും ബോട്ടിൽ 50 രൂപ. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്നതിന് ഇത്തരം സംരംഭങ്ങൾ ഏറെ സഹായിക്കുന്നുണ്ടെന്ന് ഈ വനിതാ സംരംഭകയുടെ വിജയം നമുക്ക് പറഞ്ഞു തരുന്നു.